ഇറയം റിയൽ എസ്റ്റേറ്റിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വിൽപ്പനയ്ക്കുള്ള പ്രോപ്പർട്ടി ഉള്ളത് എറണാകുളം ജില്ലയിലാണ്. എറണാകുളത്ത് എടപ്പള്ളിക്കടുത്താണ് ഇന്ന് വിൽപ്പനയ്ക്കുള്ള പ്രോപ്പർട്ടി ഉള്ളത്. എടപ്പള്ളി ലുലു മാളിന്റെ ഒക്കെ അടുത്ത്, അതായത് ഏകദേശം അമൃത ഹോസ്പിറ്റലിന്റെ ഒക്കെ വളരെ അടുത്തായിട്ടാണ് കുന്നുംപുറം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ന് വിൽപ്പനയ്ക്കുള്ള പ്രോപ്പർട്ടി ഉള്ളത്. ഈ കാണുന്ന പ്രോപ്പർട്ടിയാണ് ഇന്ന് വിൽപ്പനയ്ക്കുള്ളത്. നമുക്കിതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നോക്കാം. നമുക്കിപ്പോ ഈ ഒരു വഴിയുടെ വീതി കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് കാറ് എടുക്കുന്നതാണ് ഇങ്ങനെ. അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ കാർ ഇടാനുള്ള സൗകര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത്. ഒരു അത്യാവശ്യം വീതിയുള്ള കാറിനെല്ലാം വരാൻ പറ്റുന്ന വഴി തന്നെയാണ് ഈ ഒരു റോഡിലുള്ളത്. പിന്നെ നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ പാർക്കിങ്ങിൻ്റെ പറയുകയാണെങ്കിൽ ഒരു 2 ഇന്നോവ വളരെ സുഖമായിട്ട് പാർക്ക് ചെയ്തിടാൻ പറ്റും. റോഡ് ഇത് ഈ ഒരു പ്രോപ്പർട്ടി ഒരു മൂലയിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് കാണുന്നത്. നമുക്ക് വീണ്ടും ഒന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരണമെന്ന് വെച്ചാൽ കാറ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടില്ല, തിരിക്കാനും ഇവിടെ ഓടിക്കാനും പാർക്ക് ചെയ്യാനൊന്നും ബുദ്ധിമുട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നത് നമ്മൾ പറയുന്നതിനേക്കാളും നല്ലതാണ് നിങ്ങൾക്ക് നേരിട്ട് ഇതിലൂടെ കാണുന്നത് എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്തത്. കണ്ടില്ലേ, 2 സൈഡിലും ഇതുപോലെ കാർ ഇന്നോവ പാർക്ക് ചെയ്യാം. മാത്രമല്ല ഡോറ് തുറന്നാൽ വരെ കയറാനും ഇറങ്ങാനും ഉള്ള സൗകര്യവും സ്ഥലമുണ്ട്. പുതിയൊരു വീടാണ് ഇത്. 3.75 സെന്റ് 3 സെന്റിലാണ് 3.75 സെന്റിലാണ് ഈ ഒരു വീടുള്ളത്. 2100 സ്ക്വയർ ഫീറ്റ് ആയിട്ടുള്ള 3 നില ബിൽഡിംഗ് ആയിട്ടുള്ള വീടാണ്. 3 നിലയാണ്. ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, ഇങ്ങനെയാണ് ഈ ഒരു വീടിന്റെ ഇത് വരുന്നത്. പിന്നെ സ്ക്രോളിംഗ് ഗേറ്റ് ആണ്, നമ്മളിപ്പോൾ ഈ കാണുന്ന രീതിയിലുള്ള സ്ക്രോളിംഗ് ഗേറ്റ് ആണ്. 2 സൈഡിലോട്ടും മാറ്റി വയ്ക്കാം. അതായത് വീടിന്റെ റോഡ് ഫ്രണ്ടേജ് എന്ന് പറയുന്നത് ഒരു 32 അടിയാണെങ്കിലും ഈ ഒരു ഗേറ്റ് ഓപ്പൺ ഗേറ്റ് ആയിട്ടുള്ളത് ഒരു 20ഓളം അടി ഓപ്പൺ ഗേറ്റ് ആണ്. അപ്പൊ അത്രയും സ്പേസ് ഉണ്ട്. നിങ്ങൾ നേരത്തെ കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അഞ്ച് ബെഡ്റൂമിന്റെ വീടാണ്. പിന്നെ ഇതിൽ വെള്ളത്തിനാണെന്നുണ്ടെങ്കിൽ കിണറുണ്ട്, പിന്നെ കോർപ്പറേഷൻ വാട്ടറും ഉണ്ട്. നമുക്ക് എന്തായാലും വീടിന്റെ ചുറ്റിലൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഇവിടെ പുറത്തൊരു കോമൺ ടോയ്ലറ്റ് ഉണ്ട്. ഇനി ഈ ഒരു വീട്ടിൽ നിന്ന് പല സ്ഥലങ്ങളിലേക്കുള്ള ഡിസ്റ്റൻസുകൾ പറയാം. കച്ചേരിപ്പടിക്ക് 8 കിലോമീറ്റർ, അമൃത ഹോസ്പിറ്റലിലേക്ക് 2 കിലോമീറ്റർ,
ആസ്റ്റർ മെഡിസിറ്റി ഹോസ്പിറ്റലിലേക്ക് 2.5 കിലോമീറ്റർ, നാഷണൽ ഹൈവേ അതായത് കുന്നുംപുറം സിഗ്നൽ ജംഗ്ഷനിലേക്കാണെങ്കിൽ 2 കിലോമീറ്റർ, അടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്കാണെങ്കിൽ 300 മീറ്റർ, ലുലു മാളിലേക്കാണെങ്കിൽ 3.5 കിലോമീറ്റർ. ഇങ്ങനെയാണ് ഡിസ്റ്റൻസ്. പിന്നെ അതുപോലെ കണ്ടെയ്നർ റോഡ് അവിടേക്കാണെങ്കിൽ 2.5 കിലോമീറ്റർ, കളമശ്ശേരിക്കാണെങ്കിൽ 5 കിലോമീറ്റർ. ഏകദേശം ഇങ്ങനെയാണ് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസുകൾ വരുന്നത്. അതായത് കിലോമീറ്ററുകൾ ഇത്രയാണെങ്കിൽ തന്നെ സമയത്തിന്റെ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഡ്രൈവ് ചെയ്ത് ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്കും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്കും ഒക്കെ എത്താൻ ഒരു 10 മിനിറ്റിന്റെ താഴെ മാത്രമേ എടുക്കുള്ളൂ. നമുക്ക് എന്തായാലും വീടിന്റെ അകത്തേക്ക് കിടക്കാം. സിറ്റ് ഔട്ട് കടന്ന് നമ്മൾ ഹാളിലേക്ക് പ്രവേശിക്കുകയാണ്. വേണമെങ്കിൽ ഇത് റെന്റിന് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഈ ഒരു സ്റ്റെയർ അങ്ങോട്ട് റെന്റിന് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. എൻട്രി ഉള്ളിൽ നിന്ന് തന്നെയാണ്. നിങ്ങൾ ഇവിടെ ഒരു ഡോർ വെച്ച് തിരിക്കേണ്ടി വരും. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, സാധ്യതയുണ്ട്. ഈ ഒരു വീടിന്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ചേരാനല്ലൂര് എടയകുന്നം എന്ന് പറയും. ആ ഒരു സ്ഥലത്താണ് ഈ കാണുന്ന വീടുള്ളത്. എല്ലാ വിഭാഗക്കാരുമുള്ള താമസിക്കുന്ന ഒരു ഏരിയയാണ്, മിക്സഡ് ഏരിയയാണ്. നമുക്കിനി ഇതിന്റെ ഉള്ളിലത്തെ സൗകര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് നോക്കാം. വലിയൊരു ഹാളാണ് ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത്. ഡൈനിങ് ഏരിയ ആണ് ഈ കാണുന്നത്. കിച്ചൺ ഉണ്ട്. കിച്ചണാണ് ഈ കാണുന്നത്. നിറച്ച് കബോർഡുകൾ, സ്റ്റോറേജ് സ്പേസ് എല്ലാം ഉണ്ട്. ഒരു മോഡേൺ കിച്ചൺ തന്നെയാണ്. സ്റ്റോറേജ് സ്പേസ് ഒക്കെ നോക്കാം. നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് എല്ലാത്തിനും യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗമാണ്, വർക്ക് ഏരിയ ആണ്, ഓപ്പൺ വർക്ക് ഏരിയ ആണ്. നമ്മളിത് കണ്ടിരുന്നു പുറത്തുനിന്ന് നോക്കിയപ്പോൾ. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് ഉള്ളത്. ഫസ്റ്റ് ഫ്ലോറിൽ 3 ബെഡ്റൂം, സെക്കൻഡ് ഫ്ലോറിൽ 1 ബെഡ്റൂം. ഇങ്ങനെയാണ് 5 ബെഡ്റൂമുകൾ ഈ ഒരു വീട്ടിലുള്ളത്. ഈ 5 ബെഡ്റൂമുകളിലും 4 എണ്ണത്തിൽ അറ്റാച്ച്ഡ് ഉണ്ട്. ഒരെണ്ണം ഒരു സ്റ്റഡി റൂം എന്നുള്ള കൺസെപ്റ്റിൽ വെച്ചിരിക്കുന്നതാണ്. ഈ ഒരു റൂമിലത്തെ ബാത്റൂമാണ് ഈ കാണുന്നത്. എല്ലാ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുമാണ് ഇതിൽ ആക്സസറീസ് ആയിട്ട് വെച്ചിരിക്കുന്നത്. ത്രീ ഡോർ വാർഡ്രോബ് ഉണ്ട് ഇതില്. ഫ്ലോറിംഗ് എല്ലാം ടൈലാണ്. നമുക്ക് എന്തായാലും ഫസ്റ്റ് ഫ്ലോർ നോക്കിയിട്ട് വരാം.
ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയറുകളാണ് ഈ കാണുന്നത്. നല്ല ഡിസൈനും കാര്യങ്ങളെല്ലാം. ഇന്റീരിയർ ഇത് നല്ലതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് വീടിന്റെ. ഇവിടെ ഒരു ജനല് കൊടുത്തിട്ടുണ്ട്, ഒരു 3 പാളി ജനലാണ് കൊടുത്തിരിക്കുന്നത്. ബാൽക്കണി കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ. അതുപോലെ ലൈറ്റുകൾ, സീലിംഗ് ലൈറ്റ് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലും കുറച്ച് പോർഷൻ ഉണ്ട്, ബാൽക്കണി ഏരിയ. ഫസ്റ്റ് ഫ്ലോറിൽ ഇങ്ങനെ കടന്നു വരുമ്പോൾ ഒരു വലിയൊരു ഹാൾ തന്നെയാണ്. ഇത് മുകളിലേക്ക് സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകാനുള്ള ഇതാണ് കാണുന്നത്. നമുക്ക് എന്തായാലും ഈ ഒരു ഫസ്റ്റ് ഫ്ലോർ എങ്ങനെയാണെന്ന് നോക്കാം. സൗകര്യങ്ങൾ 3 ബെഡ്റൂംസ് ആണ് ഇതിലുള്ളത്. 2 ബെഡ്റൂം അറ്റാച്ച്ഡ്, ഒരെണ്ണം സ്റ്റഡി റൂം ആയിട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് മേടിച്ചു കഴിഞ്ഞാൽ താമസിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ഇതാണ് സ്റ്റഡി റൂം, ബാത്റൂം ഇല്ലാത്ത ഒരേ ഒരു റൂം. ഇവിടെയും ഒരു ബാൽക്കണി ഏരിയ കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു ബാൽക്കണി ഏരിയ. നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ ഓരോ പോർഷനുകളായിട്ട് റെന്റിന് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അടിയിൽ ഇതിന്റെ ഓണർക്ക് താമസിക്കാം, അല്ലെങ്കിൽ മൊത്തത്തിൽ വാടക കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാവുന്ന ഒരു കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി തന്നെയാണ്. ഒരു ഇൻകം ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി തന്നെയാണിത്. ഇതാണ് രണ്ടാമത്തെ റൂം, ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള റൂം. 5 ബെഡ്റൂംസ് ആണ് ടോട്ടൽ ഈ ഒരു വീട്ടിലുള്ളത്. ഇതിന്റെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് 2100 ആണ്. 3.75 3.25 സെന്റിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. രണ്ടാമത്തെ ബെഡ്റൂമിന്റെ ബാത്റൂമാണ് ഈ കാണുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ തന്നെ ഈ ഒരു ഇതിൽ പ്രോപ്പർട്ടിയുടെ കോൺടാക്ട് നമ്പർ വയ്ക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് പ്രോപ്പർട്ടി കോൺടാക്ട് നമ്പറായിട്ട് വിളിക്കാവുന്നതാണ്. എന്ത് ഡീറ്റെയിൽസിനും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സ്ഥലത്തിന്റെ ഒരു ഐഡിയ കിട്ടിയിട്ടില്ലെങ്കിൽ അങ്ങനെ ഒരു വീടിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസുകൾ ഇനിയിപ്പോൾ ഞങ്ങൾ പറയാൻ എന്തെങ്കിലും വിട്ടിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കോൺടാക്ട് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റും. ബാത്റൂംസ് എല്ലാം ഈ പറഞ്ഞ പോലെ നല്ല ടൈലും കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പുതിയൊരു വീടാണ്, അതും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് എന്തായാലും ഇതിന്റെ ഒരു ടോപ്പ് ഫ്ലോറിലേക്ക് പോവാം, സെക്കൻഡ് ഫ്ലോർ. ഇവിടെയും ഇതുപോലെ തന്നെ ഒരു ജനല കൊടുത്തിട്ടുണ്ട്, 3 പാളി ജനല. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഓരോ സ്ഥലങ്ങളും ബിൽഡിങ്ങും ഒക്കെ കാണാം. അതായത് ഈ പറഞ്ഞ പോലെ ആസ്ട്രോ മെഡിസിറ്റി, അമൃത ഹോസ്പിറ്റൽ, ഇതൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്നതാണ്.
സെക്കൻഡ് ഫ്ലോറിൽ ഇങ്ങനെയാണ് സൗകര്യങ്ങൾ. ഇത് ടെറസിലേക്ക് പോകുന്ന വഴിയാണ്. നമുക്ക് നോക്കാം. ആദ്യം ഈ ഒരു റൂം നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള റൂം തന്നെ. നമുക്കെന്തായാലും ടെറസ് ഭാഗം എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു ഏരിയ ഓപ്പൺ ടെറസാണ്. എന്തായാലും ഇനിയും ഒരു പോർഷനും കൂടി ഉണ്ട്. നമുക്ക് ഇനി എന്തായാലും അതും കൂടി ഒന്ന് കണ്ടിട്ട് വരാം. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ അമൃത ഹോസ്പിറ്റല്, ആസ്റ്റർ മെഡിസിറ്റി, അങ്ങനെ ചുറ്റുമുള്ള എല്ലാവിധ സ്ഥാപനങ്ങളും സ്ഥലങ്ങളും ഇൻസ്റ്റിറ്റ്യൂഷൻസും എല്ലാം ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാവുന്നതാണ്. ഇങ്ങനെയാണ് ഈ ഒരു വീടിന്റെ സൗകര്യങ്ങൾ, കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൽ കൊടുക്കുന്ന പ്രോപ്പർട്ടി കോൺടാക്ട് നമ്പറായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. മറ്റു വിവരങ്ങളെല്ലാം നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. ഇതിന്റെ പ്രോപ്പർട്ടിയുടെ വില അറിയാനും പ്രോപ്പർട്ടി കോൺടാക്ട് നമ്പറായിട്ട് വിളിക്കുക. ഇതുപോലെ പ്രോപ്പർട്ടി വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ പല ജില്ലകളിലായിട്ട് പലതരത്തിലുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. വീടുകള്, സ്ഥലങ്ങള്, ഒട്ടനവധി കാറ്റഗറിയുള്ള സ്ഥലങ്ങളുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് ഇതുപോലെ കിട്ടാൻ ചാനൽ മറക്കാതെ തന്നെ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമുക്ക് എന്തായാലും അടുത്തൊരു പ്രോപ്പർട്ടി വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ടതിന് എല്ലാവരോടും നന്ദിയുണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.